ശ്രീ ലാൽകുമാർ, ഇവിടെ 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 പോയകാല ജമാഅത്ത് ബന്ധങ്ങളുടെ നീണ്ട നിര നമ്മൾ നേരത്തെ പലയാവർത്തി പറഞ്ഞാണ്. ദേശാഭിമാനി പത്രത്തിൽ വന്ന വോട്ടിനുള്ള നന്ദി പ്രമേയ മുഖപ്രസംഗമോടെ ഒക്കെ അവിടെ നിൽക്കെ ജമാഅത്തിനെ മാരക ഭീകരവാദികളാക്കുകയും ഏറ്റവും ഒടുവിൽ സംഭവിച്ചത് എന്താണ്? ഏറ്റവും ഒടുവിൽ സംഭവിച്ചത് SDPI എന്ന അഭിമന്യുവിൻ്റെ ചോര കയ്യിൽ പുരണ്ട ആ പാർട്ടിയുടെ പിന്മുറക്കാർ അവർ വീട് കയറി LDF വേണ്ടി വോട്ട് ചോദിച്ചവരാണ്. അപ്പോൾ അങ്ങനെ SDPയുടെ വോട്ട് വാങ്ങി പെട്ടിയിലിട്ട നിങ്ങൾ LDF ഈ പറയുന്ന കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രി ആകെ പ്രൊജക്റ്റ് ചെയ്താൽ അത് ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രൊജക്ഷനാണെന്ന് പറയുന്നത് എന്തുതരം രാഷ്ട്രീയമാണ് ശ്രീ ലാൽകുമാർ? മനസ്സിലാവുന്നില്ല. ഞാൻ അതിലേക്ക് വരാം. അതിനു മുമ്പ് ഹാഷ്മി നിശബ്ദത പാലിച്ച ഒന്ന് രണ്ട് കാര്യമുണ്ട്. ശൈലജ ടീച്ചർ പേരാവൂർ ജയിച്ചിട്ടില്ല അല്ലേ? ശൈലജ ടീച്ചർ ജയിച്ചിട്ടില്ലേ പേരാവൂർ? ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ശൈലജ ടീച്ചർ ഒരിക്കൽ പേരാവൂർ ജയിച്ച ആളാണ് അല്ലേ ഹാഷ്മി? വെയിറ്റ് ചെയ്യ, എനിക്കറിയാമല്ലോ. പേരാവൂർ വസന്തേ, എൻ്റെ സമയമാണ്, എനിക്ക് എന്താ പറയേണ്ടതെന്ന് കൃത്യമായ ധാരണയുണ്ട്. അതിനിടയ്ക്ക് കയറി ഇടപെടണ്ട. ഇവിടെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഒരു കാര്യം പറഞ്ഞപ്പം ഹാഷ്മി അതിനകത്ത് സൈലൻസ് കീപ്പ് ചെയ്തു എന്നുള്ളതാണ് എൻ്റെ പ്രശ്നം. 100% തോക്കുന്ന രീതിയിലൊരു സീറ്റ് ശൈലജ ടീച്ചറിന് കൊടുത്തു എന്ന് KPCC പ്രസിഡന്റ് എന്നാ കൊമ്പുണ്ടോ? നായനാർ ഈ നാട്ടിൽ തോറ്റിട്ടില്ലേ? നായനാർ വലിയ പൊളിറ്റീഷ്യൻ, നായനാർ തോറ്റിട്ടുണ്ട്. ഈ കടന്നപ്പള്ളിയാണ് തോപ്പിച്ചിട്ടുള്ളത്. കണ്ണൂർ ഇപ്പോഴത്തെ LDFന് കൂടി നിൽക്കുന്നത്. എത്രയോ പ്രമുഖർ രാഷ്ട്രീയ ഇന്ദിരാഗാന്ധി തോറ്റിട്ടില്ലേ ഈ നാട്ടിൽ? അപ്പം അങ്ങനെ പറഞ്ഞ് നമ്മൾ ഒരാളുടെ ഇത് കളയല്ല ഒന്നത്. അപ്പോൾ പേരാവൂര് അവർ ജയിച്ചിട്ടുള്ള സീറ്റിലേക്ക് നോക്കൂ. അതിന് CPMൻ്റെ എക്സ്പ്ലനേഷൻ എന്താണ്? കൂത്തുപറമ്പ് ശൈലജ ടീച്ചറിന് ഒഴിഞ്ഞു കൊടുക്കുന്നത് ആരാണ്? സാക്ഷാൽ പിണറായി വിജയനാണ്. അത് കഴിഞ്ഞ് അവർ മട്ടന്നൂരിലേക്ക് പോന്നു അല്ലേ? അത് കഴിഞ്ഞ് നോക്കൂ, 2 പ്രാവശ്യം ഒരു MLA ആയി, 3 പ്രാവശ്യം MLA ആയി, 1 പ്രാവശ്യം മന്ത്രിയായി. പിന്നെ അപ്പുറത്ത് നിൽക്കുന്നൊരു സീറ്റ് പിടിച്ച് എടുക്കാനുള്ള ഒരു ദൗത്യം അവരിലെ നിക്ഷിപ്തമായിരിക്കുന്നു. അതുകൊണ്ട് ശൈലജ ടീച്ചറിൻ്റെ രാഷ്ട്രീയം കേരളത്തിൽ അവസാനിച്ചോ? നിങ്ങളോട് ആര് പറഞ്ഞു അവർ ജയിക്കത്തില്ലെന്ന്? നമ്മുടെ വിലയിരുത്തൽ അവിടെ ടൈറ്റ് ഫൈറ്റാണ്, ജയിക്കുമെന്നാണ്, തോക്കുമെന്നല്ല. നമ്മൾ അങ്ങനെ തോക്കുമെന്ന് സറണ്ടർ ചെയ്തിട്ടില്ല വസന്തേ. അങ്ങനെ സറണ്ടർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അത് 4-ാം തീയതി, അതാ പറഞ്ഞു, 4-ാം തീയതി കഴിയുന്നതിനും വരെ അവരെ അങ്ങോട്ട് പറഞ്ഞു വിട്ട് അങ്ങ് നശിപ്പിച്ചു. അതിനകത്ത് ഹാഷ്മിയുടെ ഒരു ഇടപെടൽ ആവശ്യം ഉണ്ടായിരുന്നാണ് ഞാൻ കരുതുന്നത്. താങ്കൾ അതിനകത്ത് നിർബന്ധമായി ഇടപെടണമായിരുന്നു. അത് പോട്ടെ. പിന്നെ അടുത്തത്, ഇവിടെ നിങ്ങൾക്ക് വേണ്ടി പറയുന്നവരെല്ലാം 90-100 പറയുന്നു. നിങ്ങൾക്ക് വേണ്ടി ഒത്തിരി പേര് പറയുന്നുണ്ട്. ഇപ്പം രമേശ് ചെന്നിത്തല തന്നെ, സോറി VD സതീശൻ തന്നെ 100 കിട്ടുമെന്ന് പറഞ്ഞു. നമ്മുടെ കൂട്ടത്തിൽ അങ്ങനെ വലുതായിട്ട് ആരും പറഞ്ഞില്ല. അതിന് പറയുന്നതിന് കാരണമുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. 100 കിട്ടിയാലേ VD സതീശൻ കളത്തിലുള്ളൂ. ഇപ്പം നോക്കൂ, വസന്ത് കുറേ കാര്യങ്ങൾ പറഞ്ഞു. വസന്ത് ഇതിനകത്തെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിമാർ ഒരുപാടുണ്ട് എന്ന് കുറേ കാര്യങ്ങൾ പറഞ്ഞ് അങ്ങ് ഒഴിഞ്ഞു. എന്നാൽ അതിൻ്റെ സബ്സ്റ്റൻസിലേക്ക് അദ്ദേഹം വന്നോ? ഇന്നത്തെ വാർത്ത നിങ്ങളുടെ വാർത്തയാണോന്ന് എനിക്ക് സംശയമുണ്ട്. രമേശ് ചെന്നിത്തലയും VD സതീശനും മന്ത്രിസഭയിലേക്ക് ഇല്ല KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാവുകയാണെങ്കിൽ. നിങ്ങളുടെ വാർത്ത ഉണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. എന്തായാലും വാർത്ത കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ തമ്മിത്തല്ല അതിനകത്ത് നടക്കുന്നുണ്ട്. ആ തമ്മിത്തലിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല. നിങ്ങൾക്ക് 50,000 സ്ഥാനാർത്ഥി, ഈ പറയുന്ന 140 പേരിൽ 140 പേര് നിങ്ങൾ ജയിച്ചാലും 140 പേർക്ക് മുഖ്യമന്ത്രിയാണുള്ള യോഗ്യതയുണ്ട്. ഇപ്പം ജയിച്ചിട്ടില്ലാത്ത ഒരാളാണെങ്കിൽ വെളിയിൽ നിന്ന് കൊണ്ടൊന്ന് മുഖ്യമന്ത്രിയാക്കാൻ പറ്റും. 6 മാസത്തിനുള്ളിൽ തിരഞ്ഞെടുപ്പ് നിർത്തി ജയിച്ചാൽ മതി. അതല്ലല്ലോ പ്രശ്നം. നിങ്ങൾ ഈ പറയുന്ന VD സതീശൻ മുഖ്യമന്ത്രിയാകുമെന്നുള്ള പ്രതീക്ഷയിൽ മുന്നോട്ട് വരികയും അദ്ദേഹം മത്സരിക്കുമ്പം അതിനിടയ്ക്ക് അദ്ദേഹത്തിന് വേണ്ടപ്പെട്ട സ്ഥാനാർത്ഥികളെ ആരെ നിർത്താതിരിക്കുകയും അദ്ദേഹം ഒതുക്കപ്പെടുമെന്നും അതുകൊണ്ട് അദ്ദേഹം നേരത്തെ ഇറങ്ങി കളിക്കുകയാണ്. അല്ലെങ്കിൽ ഈ പറയുന്ന നിയുക്ത മുഖ്യമന്ത്രി, നിങ്ങൾ മുഖ്യമന്ത്രിയെ തീരുമാനിച്ചിട്ടുണ്ടോ? അപ്പം സൈബറിൽ നടക്കുന്നത് ബഹളമാണ്. ആ സൈബറിലുള്ള ബഹളം റോഡിലേക്ക് ഇറങ്ങി പോസ്റ്റർ വെക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. ഇന്നിപ്പം VD സതീശനെതിരെ രമേശ് ചെന്നിത്തലയ്ക്ക് അനുകൂലമായിട്ട് വന്നിരിക്കുന്നത് കൂടുതൽ കളിക്കണ്ടെന്ന ഏതാ ബാനർ. ഇതിനൊന്നും ഇപ്പം ഇത് പറയുന്നതിന് ഒരു ഡെലിബറേറ്റ് ഇൻറ്റൻറ്റ് ഉണ്ട്. എന്താ ഡെലിബറേറ്റ് ഇൻറ്റൻറ്റ്? കാര്യം ഇവർ ഓരോരുത്തരും ഇവരുടെ ക്ലെയിം മുന്നോട്ട് വെക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എങ്ങാനും ബിരിയാണി കൊടുത്താലോ. കാര്യം ഈ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെയല്ല. കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചു കഴിഞ്ഞാൽ മിക്കവാറും രമേശ് ചെന്നിത്തല തന്നെ ആയിരിക്കും മുഖ്യമന്ത്രി എന്ന് നമുക്ക് ഏതാണ്ടൊരു ധാരണ ഉണ്ടായിരുന്നു. പക്ഷേ ആ ധാരണയല്ല ഈ പ്രാവശ്യം ഉള്ളത്. ഈ പ്രാവശ്യം KC വേണുഗോപാലിന് ക്ലെയിമുണ്ട്, ഈ പ്രാവശ്യം VD സതീശന് ക്ലെയിമുണ്ട്, അതുകൂടാതെ രമേശ് ചെന്നിത്തലയ്ക്കും ക്ലെയിമുണ്ട്. ഇതുകൊണ്ടാണ് ഈ തൊഴുത്തുകുത്ത് നടക്കുന്നത്. ആ തൊഴുത്തുകുത്തിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചാൽ അത് ഒരു പൊളിറ്റിക്കൽ പാർട്ടി എന്നുള്ള രീതിയിൽ നിങ്ങൾ പാലിക്കേണ്ട അച്ചടക്കമാണെന്നേ. നിങ്ങൾ ജയിച്ചു, ഒരാൾ വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ആളോട്
ഞാൻ പറഞ്ഞു അങ്ങനൊന്നും ഇല്ലെന്ന്. ഞാൻ പറഞ്ഞത് CPM പോലെ ഒരു കേഡർ സംവിധാനം അല്ലെങ്കിൽ RSS നയിക്കുന്ന അത് BJP പോലെ ഒരു ഹാഷ്മിക്ക് കേഡർ സംവിധാനമാണ് എല്ലാ പാർട്ടിയും എന്തിനാണ് വാശി പിടിക്കുന്നത്? ഹാഷ്മി നമ്മുടെ മൈൻഡ് സെറ്റ് കുഴപ്പമില്ലേ അത്? ഹാഷ്മി എടുക്കാൻ നിക്ക്. അത് എന്റെ മൈൻഡ് സെറ്റ് ഇച്ചിരി കുഴപ്പമാണ്. എന്റെ മൈൻഡ് സെറ്റ് ഇച്ചിരി കുഴപ്പമുണ്ട്. പക്ഷെ എനിക്ക് എന്റെയും ലാൽകുമാറിന്റെയും വസന്തിന്റെയും അടക്കം വസുവിനെ തള്ളി പറയാണല്ലോ ചെയ്തത്. അല്ലല്ല, ഒന്നുമല്ല. ഞാൻ നോക്കൂ, ഹാഷ്മിക്ക് ഇപ്പൊ ഒരു അഭിപ്രായമുണ്ട്, ഇങ്ങനെ കുഴപ്പമൊന്നുമില്ല, അവർ തമ്മിൽ തല്ലിക്കോട്ട്, ഒരച്ചടക്കം ഇല്ലാതെ എങ്ങനെ വേണമെങ്കിൽ പറഞ്ഞു, എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലുന്നതാണ് ജനാധിപത്യം എന്നുള്ള ഒരു ഡെഫിനേഷനിലേക്ക് താങ്കൾക്ക് വരാനുള്ള എല്ലാ സ്വാതന്ത്ര്യമുണ്ട്. അത് ഞാൻ നിർത്തത്തില്ല. താങ്കൾക്ക് അങ്ങനെ പറയാം, യു ആർ എൻടൈറ്റിൽഡ് ടു ദാറ്റ് ഒപ്പീനിയൻ. പക്ഷെ ഞാൻ അതിനെ അച്ചടക്കമില്ലായ്മ എന്ന് മാത്രമാണ് പറയുന്നത്. അതിന് മര്യാദകടന്നാണ് ഞാൻ പറയുന്നത്. ജനങ്ങളെ അത് നിങ്ങൾക്ക് ഇതേ കാര്യം 4-ാം തീയതിക്ക് ശേഷം ഇവർ തമ്മിലൊരു തർക്കമാണെങ്കിൽ ഇപ്പം പ്രശ്നമില്ല. അതാണ് അതിനകത്ത് രാഷ്ട്രീയ കുടില തന്ത്രങ്ങളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അത് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ ഇഷ്ടപ്പെട്ടില്ലയോ എന്നുള്ളത് വിഷയമല്ല. എനിക്ക് പറയാനുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട്. ആ പറയുന്നത് ആൾക്കാർ കേൾക്കേണ്ടതായിട്ടുണ്ട്. അത് ചില ആൾക്കാരെങ്കിലും എൻ്റെ കൂട്ടത്തിൽ നിൽക്കുന്നവരുണ്ട്. അല്ല എന്ന് പറഞ്ഞാൽ ഞാനടക്കം ബഹുഭൂരിപക്ഷം ആൾക്കാർ അതിനൊപ്പം നിൽക്കുക. നമ്മുടെ ഒരു മാറ്റചിന്തയിലാണ്. അങ്ങനെ ചർച്ച ഉണ്ടായാൽ എന്താണ്, ആർക്കാണ് ഛേദം എന്നൊരു ചിന്ത ഉണ്ടാവില്ലേ? ആർക്കാണ് ഇവിടെ പ്രശ്നം? ഞാൻ പറഞ്ഞത് ജയിക്കുന്നു എന്ന അവർക്ക് ഉറപ്പുള്ള ഒരു മുന്നണി, അവർക്ക് 3-4 പേർ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അർഹതയുള്ളവർ, അതിൽ ആര് മുഖ്യമന്ത്രി ആവണം എന്ന ലോബിങ് നടക്കുന്നത് എന്താണെന്ന് ഇത്ര വലിയ അപരാധം എനിക്കതാ മനസ്സിലാവാത്തെ. അതെ, ഇതിനകത്ത് അതിന് ലോബിങ് നടക്കുന്നതിനകത്ത് തെറ്റൊന്നുമില്ല എന്ന് വേണമെങ്കിൽ താങ്കൾക്ക് കണക്കാക്കാം. ഇവിടുന്ന് കുറെ പേര് മെയിൽ അയക്കുന്നു. ആർക്ക്? AICCക്ക് മെയിൽ അയക്കുന്നു. ആർക്ക്? VD സതീശനെ ഹൈക്കമാൻഡിന് മെയിൽ അയക്കുന്നു. ഇത് തുറന്നു നോക്കുന്ന ആരാ? തുറന്നു നോക്കുന്ന KC വേണുഗോപാലാ? ആണോ അല്ലയോ? താങ്കളുടെ മാധ്യമ പ്രവർത്തനം വെച്ച് നോക്കി കഴിഞ്ഞാൽ ഇവിടുന്ന് ഹൈക്കമാൻഡിന് അയച്ചാൽ അത് ആര് കൈകാര്യം ചെയ്യും? അങ്ങനെയാണ് KC മുഖ്യമന്ത്രി പറയുന്നത്. KC മുഖ്യമന്ത്രി ആണെങ്കിൽ 4-ാം തീയതി ജയിക്കണ്ടേ? 4-ാം തീയതി ജയിക്കുക എന്നുള്ളൊരു പ്രീ കണ്ടീഷൻ ഞാൻ പറഞ്ഞില്ലേ. അതിപ്പം എനിക്ക് തോന്നുന്നു അതിന് വ്യത്യാസമൊന്നുമില്ല. KCയും ഇവർ 3 പേരൂടെ കൂടിയിരുന്നാൽ തീരുമാനമാകത്തില്ല. 4-ാം തീയതി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കേരളത്തിൽ UDF അധികാരത്തിൽ വരികയാണെങ്കിൽ വരാനുള്ള സാധ്യത വളരെ ബ്ലീക്കായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. വന്നാൽ ഇവർ ഉദ്ദേശിക്കുന്ന അവസ്ഥയിലൊന്നും അല്ല നടക്കാൻ പോകുന്നേ. അതാ പറഞ്ഞേ, VD സതീശനും രമേശ് ചെന്നിത്തലയും ഒക്കെ ഈ പറയുന്ന സഞ്ചി തയ്പ്പിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷെ ഒന്നും നടക്കാൻ പോകുന്നില്ല. നടക്കാൻ പോകുന്ന രാഷ്ട്രീയമായി ഇത് മലീമസപ്പെട്ട രീതിയിൽ ഒരു പാർട്ടി ഒരു പാർട്ടി ഇടപെടുക. ഇതേ രീതിയിലാണ് കോൺഗ്രസ് BJPക്ക് പല സന്ദർഭത്തിൽ വഴിയൊരുക്കി വെച്ചത്. നോക്കൂ, രാജസ്ഥാൻ എടുക്കുക. രാജസ്ഥാനിൽ എങ്ങനെയാണ് കോൺഗ്രസ് തോക്കുന്നത്? ഗെഹ്ലോട്ടും സച്ചിൻ പൈലറ്റും തമ്മിലുള്ള പ്രശ്നമായിരുന്നു. അത് നേരത്തെ തന്നെ തുടങ്ങി. ഇത് അവസാനം പകുതി പേര് ഇപ്പൊ അപ്പുറത്ത് പോയി ചേരുക. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളതും കൂടെ ഓർപ്പിക്കാനാണ്. അല്ലാതെ ഉണ്ടായിട്ടാണോ? തെരഞ്ഞെടുപ്പിന് ശേഷം നടക്കുന്ന അതും തെരഞ്ഞെടുപ്പിന് മുമ്പ് നടക്കുന്ന ചർച്ചയും രണ്ടല്ലേ? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.